സഖാവ് എം. പി. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനാർത്ഥം യൂത്ത് വിത്ത് മാസ്റ്റർ എന്ന ടാഗ് ലൈനോടെ നമ്മളിന്നിവിടെ യൂത്ത് പാർലമെൻറ്റിന് നേതൃത്വം കൊടുക്കുകയാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയുള്ള തീയതികളിലായി 7 ഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിധിയെഴുത്തായി മാറുന്ന ഈ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നത് ഇന്നേ വരെയുള്ള ഇന്ത്യയിലെ സകല തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറാനിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാര ഭരണകൂടം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സമ്പദ്ഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന വൈവിധ്യങ്ങളെ, നാനാത്വത്തിൽ ഏകത്വത്തെ, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭരണഘടനയെ സമ്പൂർണമായി തകർക്കാൻ വെമ്പൽ കൊള്ളുന്ന ഭരണകൂടമായി രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. RSSൻ്റെ രൂപീകരണത്തിന് 100 വർഷം പൂർത്തീകരിക്കാൻ 2025 ഇനി 1 വർഷം മാത്രം ബാക്കി നിൽക്കുന്ന വേളയിലാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ വിധിയെഴുത്തിനൊരുങ്ങുന്നത്. 925 RSS രൂപീകരിക്കുമ്പോൾ തന്നെ അവരുടെ വേദപുസ്തകങ്ങളിൽ കുറിച്ചിട്ടതുപോലെ ഇന്ത്യയെ സമ്പൂർണമായി ഒരു മതരാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യയിൽ RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്നതിന്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്നതിന് ഇന്ത്യൻ പാർലമെന്റിലെ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് അപ്പം ചുട്ടെടുക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ബില്ലുകൾ ചുട്ടെടുക്കുന്നവരായി രാജ്യത്ത് BJP ഭരണകൂടം മാറുന്ന കാഴ്ച ഇന്ത്യ കാണുകയുണ്ടായി. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തുകളഞ്ഞും ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചു. ഈ രാജ്യത്തെ മനുഷ്യരുടെ പൗരത്വം നിർണയിക്കുന്നതിന് ലോകത്തിന് മുന്നിൽ ജനാധിപത്യത്തിൻ്റെ ശിരസുയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യയെ തലകുനിച്ചു നിർത്തും വിധം ഇന്ത്യയുടെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പൗരത്വം നിർണയിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഘടകമായി മതത്തെ മാറ്റുന്നവരായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഭരണകൂടം മാറിയിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മതനിരപേക്ഷ ബോധ്യങ്ങളെ തകർക്കുന്ന നയങ്ങൾ നിർബാധം ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഭരണകൂടം തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാജ്യം ഒരു ജനാധിപത്യ വിധിയെഴുത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്നത്. നമ്മുടെ രാജ്യം നിലനിൽക്കണോ എന്ന ചോദ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്ത് മതനിരപേക്ഷ രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെ തടങ്കലിൽ പാർപ്പിച്ചും കള്ളക്കേസുകൾ ചുമത്തിയും ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും CBIയും ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ തച്ചു തകർപ്പണമാക്കുന്ന സർക്കാരായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഘപരിവാര ഭരണകൂടം സ്വീകരിച്ച ഈ നയങ്ങളുടെ ദുരിതം പൊറുന്നവരായി ഇന്ത്യയിലെ കോടാനുകൂടി വരുന്ന സാധാരണക്കാരായ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ യുവജനത ഈ ഭരണകൂടത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ തൊഴിൽ നൽകണമെന്ന മുദ്രാവാക്യം കൂടിയാണ്. രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയെ സമ്പൂർണ്ണമായി അസ്ഥിരപ്പെടുത്തുന്ന ഭരണകൂടമായി ഇന്ത്യയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറുന്നു. ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിൽ കരാർ നിയമനം നടപ്പാക്കുന്നവരായി രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറുന്നു.
പ്രതിവർഷം 3 ലക്ഷത്തിൽ പരം വരുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യമായ ഇന്ത്യൻ റെയിൽവേയിൽ കരാർ നിയമനത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാരുടെ അവകാശങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ സർക്കാർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങളെ കരാർവൽക്കരിക്കുന്നതിലൂടെ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ സൈനിക സമ്പത്തുള്ള രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആ സൈനിക സമ്പത്തുള്ള ഇന്ത്യയുടെ സൈനിക മേഖലയെ കരാർവൽക്കരിച്ച് 3 സേനാ വിഭാഗങ്ങളെയും അഗ്നിപഥിലൂടെ RSSന്റെ കാര്യാലയത്തിന് മുന്നിലെ കാവൽക്കാരായി ഇന്ത്യയുടെ പട്ടാള സേനയെ ഭാവിയിൽ മാറ്റാൻ ഉതകുന്ന നയങ്ങൾ രാജ്യത്തിൻ്റെ പട്ടാള സേനയിൽ ഈ ഭരണകൂടം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വമേഖലയും സ്വകാര്യവൽക്കരണത്തിലേക്ക് സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 2023 ഇന്ത്യൻ പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് ഇനി വരാനിരിക്കുന്ന കാലം സ്വകാര്യവൽക്കരണത്തിൻ്റെ കാലമെന്നായിരുന്നു. പൊതുമേഖലകളില്ലാത്ത കാലമായി ഈ രാജ്യത്തെ മാറ്റുമെന്നായിരുന്നു. 1947 മുതൽ ഇന്ത്യൻ സമ്പദ്ഘടന ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് രാജ്യത്തിൻ്റെ പൊതുമേഖലയുടെ കരുത്തുകൊണ്ടാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലായി വർത്തിക്കുന്നത്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി സ്വകാര്യവൽക്കരിക്കുന്ന നയങ്ങൾ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിർബാധം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. BPCL ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ പൊതുമേഖലാ സമ്പത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ അടിയറവെക്കുന്ന ഭരണകൂടമായി BJPയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോർപ്പറേറ്റ് ദല്ലാളന്മാരാൽ ഭരിക്കപ്പെടുന്നവരായി രാജ്യത്തെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയുടെ തെരുവിൽ നിഷ്കാസനം ചെയ്യപ്പെടുന്ന രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യ സംഹിതയെ സമ്പൂർണ്ണമായി വെല്ലുവിളിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന് മുന്നിൽ ബദലേതെന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. സംഘപരിവാര ഭരണകൂടത്തിനെതിരായി രാജ്യത്തു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക ഏതു പ്രത്യയശാസ്ത്രത്തിനെന്ന ചോദ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഇപ്പോഴും മേനി നടിച്ചു പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്തെ രക്ഷിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവർ, 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി എന്ന മുഖമുള്ള രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ വയനാട്ടിൽ മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നായിരുന്നു. വയനാട്ടിലൂടെ ഈ രാജ്യത്തിന്റെ അധികാരപഥത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനത്തു നിന്നും ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായ ഈ കേരളത്തിലെ 19 മണ്ഡലങ്ങളിൽ നിന്നും UDFന്റെ പ്രതിനിധികളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചത്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഹിന്ദി ഭൂമികയിൽ പരമദയനീയമായി കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ഈ രാജ്യത്തിനു കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് അത്തരം വിടുവായുത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും കടന്നു വരുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പൂർണ്ണമായി ശൂന്യവൽക്കരിക്കപ്പെടുന്നവരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നു രാജ്യത്ത് നാമമാത്രമായ സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ളവരായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം മാറുന്നൊരു ഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി ആർക്കു കടന്നു വരാൻ വേണ്ടി കഴിയുമെന്നതാണ് ജനാധിപത്യ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് മുന്നിൽ കൊടുക്കുന്ന ഉറപ്പ്, ഈ രാജ്യത്തെ ഇടതുപക്ഷം ഇന്ത്യയിൽ ഒരു ശക്തിയായി നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്തുണ്ടായാൽ സംഘപരിവാരത്തെ വെല്ലുവിളിക്കുന്ന ഏതറ്റം വരെയും സംഘപരിവാരത്തിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമായി ഇടതുപക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സജ്ജമായി മുന്നോട്ട് വരുന്നത്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഇനി സംസാരിക്കുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ ഈ വേദിയിലെത്തിയിരിക്കുകയാണ്. DYFയുടെ നേതൃത്വത്തിൽ ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ LDYFന്റെ നേതൃത്വത്തിൽ ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് MP ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിനായി നാം ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ യൂത്ത് പാർലമെന്റ്, യൂത്ത് വിത്ത് മാസ്റ്റർ എന്ന ഈ ക്യാമ്പയിൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് DYFയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ജെയ്ക് സി തോമസ് ആണ്. ഏറെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന
ഇടതുപക്ഷ യുവജന സംഘടനകളുടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ചെയർമാൻ സഖാവ് എം ശ്രീജിത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ സംസാരിക്കുന്ന കല്യാശ്ശേരിയുടെ പ്രിയപ്പെട്ട MLA-യും DYFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് M വിജിൻ MLA-യെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന DYFയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് MB ഷിമയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DYFയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് സരിൻ ശശിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DYFയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സഖാവ് ഷാലു മാത്യുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. AYFന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KR ചന്ദ്രകാന്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ യുവജനതാദളിന്റെ ജില്ലാ പ്രസിഡന്റ് M മനുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. NYL-ന്റെ ജില്ലാ പ്രസിഡന്റ് ഹനീഫ് PH-നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. NYC-യുടെ ജില്ലാ പ്രസിഡന്റ് ലിജോ സെബാസ്റ്റ്യനെ സ്വാഗതം ചെയ്യുന്നു. യുവജനതാദളത്തിന്റെ ജില്ലാ പ്രസിഡന്റ് റഹീസ് സുൽത്താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. റഹീസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് പ്രജേഷ് ടിയെ സ്വാഗതം ചെയ്യുന്നു. ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷനോജ് ഫിലിപ്പിനെ സ്വാഗതം ചെയ്യുകയാണ്. കേരള യൂത്ത് ഫ്രണ്ട് M ജില്ലാ പ്രസിഡന്റ് സന്തോഷ് മാവുങ്കലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DYFയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാബ് K സബീഷ്, അനിഷ PP, KR അനിഷേദ്യ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ യുവജന സംഘടനകളുടെ മുഴുവൻ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ പരിപാടിയിൽ ഈ കാസർഗോഡിന്റെ കേരളത്തിന്റെ ആകെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വൈറൽ ഗായികയും പ്രശസ്ത നാടൻ പാട്ട് കലാകാരിയുമായ ജയരഞ്ജിത ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ജയരഞ്ജിതയെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ തുടർച്ചയായി ഈ വേദിയിൽ AYFന്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അജിത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ഈ വേദിയിൽ ലാസ്റ്റ് ബെഞ്ച് മ്യൂസിക് ബാൻഡ് സംഘം അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് അരങ്ങേറുകയാണ്. ആ ടീമിന്റെ മുഴുവൻ അണിയറ പ്രവർത്തകരെയും അത് നേതൃത്വം കൊടുക്കുന്ന ഗായകരെയും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി LDYF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ചെയർമാൻ M ശ്രീജിത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, 18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ സജീവമായി നടക്കുന്ന സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ഭരണകാലത്ത് രാജ്യത്താകമാനം അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു വന്ന കാലഘട്ടമായിരുന്നു. രാജ്യത്ത് ജനങ്ങളോട് BJPയും NDAയും പറഞ്ഞ ഒട്ടേറെ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും അത്തരമൊരു സമയത്ത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തെരുവുകളിൽ ഇടതുപക്ഷ വിദ്യാർത്ഥികളും യുവജനങ്ങളും അടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം അക്ഷീണമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു വന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ മുന്നിലുണ്ടായത്. രാജ്യത്തിൻ്റെ തെരുവുകളിൽ BJPയുടെ പോലീസും പട്ടാളവും അടക്കമുള്ള ആളുകൾ രാജ്യത്തെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എതിരെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ നടത്തിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലുള്ള സ്വകാര്യവൽക്കരണത്തിനെതിരെ, രാജ്യത്ത്
യുവാക്കൾക്ക് ഓരോ വർഷവും കോടി തൊഴിൽ എന്ന വാഗ്ദാന ലംഘനത്തിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഭാഗമായി നാട്ടിലെ സാധാരണ ജനങ്ങളടക്കമുള്ള ആളുകൾ അവർക്ക് പരിപൂർണ ബോധ്യമുണ്ട്, ഇനിയും ഒരു തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി നാടിൻ്റെ ജനാധിപത്യവും മതേതര മൂല്യവും ഉണ്ടാകില്ല, നമ്മൾക്ക് തൊഴിൽ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല എന്നതിനെക്കുറിച്ചൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കടക്കം പരിപൂർണമായി ബോധ്യമായ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നടത്തി നമ്മൾ തെരുവിൽ ചീന്തിയ രക്തങ്ങൾക്ക് പകരമായി ഈ തിരഞ്ഞെടുപ്പിനെ കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പാർലമെൻറ്റിൽ സാധാരണക്കാരൻ്റെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം വിജയിച്ചു വന്നേ മതിയാകൂ എന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതിനുള്ള പോരാട്ടങ്ങളുടെയൊക്കെ പരിസമാപ്തി എന്ന നിലയിൽ ഈ തിരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ സാധിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. യൂത്ത് വിത്ത് മാസ്റ്റർ എന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി DYFIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ജയ്ക്കിനോട് അഭ്യർത്ഥിക്കുന്നു. ആദരണീയനായ നമ്മുടെ യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന നമ്മളുടെ ജില്ലയിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ സമുന്നതരായ നേതൃത്വം, യൂത്ത് വിത്ത് മാസ്റ്റർ എന്ന ഈ പരിപാടിയെ സമുജ്വലമാക്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ആമുഖമായി തന്നെ ഇവിടെ നമ്മളോട് വിശദീകരിച്ചു എന്താണ് ഇത്തരമൊരു വലിയ യുവജന സംഗമത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്. ചെറിയ ആഴ്ചകളുടെ ഇടവേളകൾക്കപ്പുറം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക ഘട്ടമെന്നതുപോലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോകുകയാണ്. സാധാരണഗതിയിൽ നമ്മളുടെ പഞ്ചായത്ത് വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇന്ത്യൻ പാർലമെന്റിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും തെരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയത്തെ വിശദീകരിക്കവേ നമ്മളിൽ പലർക്കും ഉപയോഗിക്കേണ്ട വരുന്ന ആമുഖമായൊരു വാചകമുണ്ട്. ആ വാചകം ചരിത്ര പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. 2024 ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിക്കുവാനും നമ്മളിൽ നല്ലൊരു പങ്കാളികൾക്കും ആവർത്തിച്ചുപയോഗിക്കേണ്ട വരുന്നൊരു പദപ്രയോഗം, സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിർവചനം ചരിത്ര പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ വാചകം ആവർത്തിച്ചുപയോഗിക്കേണ്ട വരുന്നതാണ്. വേണമെങ്കിൽ വിശദീകരിച്ചാൽ കാലപ്പഴക്കം വന്നൊരു വാചകമാണോ എന്ന് നമ്മളിൽ പലർക്കും സംശയം തോന്നാം. അല്പകാലത്തിന് പുറകിൽ വെച്ചിട്ടാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ വിശദീകരിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ ചില പദങ്ങളെങ്കിലും ഉപയോഗിച്ച് തഴക്കം വന്നതാണ്. ചില ഗൗരവപൂർണമായ കാര്യങ്ങളെ കുറിക്കുവാൻ, വിശദീകരിക്കുവാൻ പുതിയ പദാവലികളെ മലയാളത്തിന് തേടേണ്ടിയിരിക്കുന്നു എന്ന് സച്ചിദാനന്ദൻ സമീപത്ത് പറയുകയുണ്ടായി. നീലേശ്വരത്തുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും 2024 ആണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ചകൾക്കായും ചരിത്ര പ്രധാനമെന്ന പദത്തിന് കനം പോരാ, അതിന് ഗൗരവം പോരാ എന്ന് നമ്മളിൽ പലർക്കും തോന്നാം. സാധാരണ തെരഞ്ഞെടുപ്പുകൾ വിധി എഴുതാറുള്ളത് ആരു ഭരിക്കണം, ആരു നമ്മുടെ രാഷ്ട്രത്തെ നയിക്കണം എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ്. ഗ്രാമപഞ്ചായത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ നമ്മൾ വിധി എഴുതാറുള്ളത് ആദ്യം നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഗവൺമെന്റ് ആകണം എന്ന് തീരുമാനിക്കുകയാണെന്ന് എന്ന നിലയിലാണ്. ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ഇന്ത്യയെ ആര് നയിക്കണം, ഏതു രാഷ്ട്രീയ ആശയധാര ഇന്ത്യയുടെ ഗവൺമെന്റിനെ നയിക്കണം എന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് പലരും കരുതാറുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത
ഇന്ത്യയാര് ഭരിക്കണമെന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ നാട് വിധിയെഴുതാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയെ നിലനിൽക്കണോ വേണ്ടയോ ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന ആശയത്തിന് എത്ര കാലം ആയുസ്സുണ്ട്? ഭൂഗുസ്വര സമ്പൂർണമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂർ ഉയർത്തിപ്പിടിക്കുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യായുസ്സുകൾക്ക് അഭയമൊരുക്കിയ ഒരു ഇന്ത്യ ഇനി എത്ര കാലം അവശേഷിക്കും? ഈ ചോദ്യത്തെ നമ്മുടെ രാഷ്ട്രം അഭിസംബോധന ചെയ്യുകയാണ്. സമീപത്തായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രഭാഷണത്തിന് 131 വയസ്സ് ആഘോഷിച്ചത് സമീപത്തായിരുന്നു. സെപ്റ്റംബർ മാസം 11 ചിക്കാഗോ പ്രഭാഷണത്തിന്റെ അനുസ്മരണ ദിനം. 130 ആണ്ടുകൾക്ക് പിറകിൽ ലോകം ഇന്ത്യയെ ശ്രദ്ധിച്ച വിജ്ഞാന സമൃദ്ധമായ പ്രഭാഷണമായിരുന്നു സ്വാമി വിവേകാനന്ദ. ഞാനതിന്റെ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനല്ല. ലോകം വിവേകാനന്ദ സ്വാമികളെ ശ്രദ്ധിച്ചത് സഹോദരീ സഹോദരന്മാരെ എന്ന വിശ്വപ്രസിദ്ധി ആർജിച്ച എന്നാൽ ആ സമയത്ത് അന്യാദൃശ്യമായ ഒരു അഭിസംബോധന വാചകത്തോടു കൂടെയാണ്. പ്രഭാഷണത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രസക്തമായ ഒരു ഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരം നിർവചിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അനുകരണീയ മാതൃകകൾ എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലയളവിന്റെ മടിത്തട്ടിലാണ് വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രഭാഷണം സംഭവിക്കുന്നത്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ലോകമെമ്പാടുമുള്ള പീഡിതരായ മുഴുവൻ മനുഷ്യായുസ്സുകൾക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിൽപ്പെട്ടവർക്കല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സാമുദായിക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കല്ല, ലോകമെമ്പാടും പീഡനം ഏറ്റുവാങ്ങേണ്ട വരുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അഭയമൊരുക്കുന്ന ഒരു മണ്ണ്, അവർക്ക് അഭയമൊരുക്കുന്ന ഒരു നാട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂസീവ്നെസ് എന്നാണ് വിവേകാനന്ദൻ തന്നെ പിന്നീട് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യന്മാരുമേ നിങ്ങളോടൊപ്പം ഈ മണ്ണ് ചവിട്ടി നിൽക്കുവാൻ, കണ്ണുയർത്തി നോക്കുവാൻ ആകാശവും കാലുറപ്പിച്ച് നിർത്തുവാൻ ഒരു പിടി മണ്ണും നൽകുന്ന ഒരു രാജ്യം ലോക ഭൂപടത്തിലുണ്ട്. അത് ഇന്ത്യയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. 2024 കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിനും ആ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം? അതൊരു കാസർഗോഡൻ പ്രശ്നം മാത്രമല്ല, അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഉയരുന്ന ചോദ്യവും പ്രശ്നവുമാണ്. വിവേകാനന്ദൻ നിർവചിച്ച ലോകത്തിന് മുമ്പിൽ അഭിമാനാർഹമായ ബോധ്യത്തോടുകൂടെ പങ്കുവെച്ച ലോകമെമ്പാടുമുള്ള പീഡിത ശബ്ദങ്ങൾക്ക് ഹൃദയം പകുത്തു നൽകുന്ന ഒരു ഇന്ത്യ പരിമിതികളോടുകൂടെ എത്ര കാലമുണ്ട്? ഈ ചോദ്യത്തിനു കൂടെയാണ് കാസർഗോഡും കേരളവും മറുപടി എഴുതാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ എത്തണമെന്നുള്ളത് ഒരു കാസർഗോഡൻ പ്രശ്നം മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് വിശദീകരിക്കവേ കാസർഗോഡും നീലേശ്വരത്തും മറ്റു പല ഭാഗങ്ങളിലും അന്ധമായ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ജ്വരം ബാധിച്ച അപൂർവം ചില ആളുകളെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, അതിന് നിങ്ങൾക്കെന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി? ഈ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരത്തും കാസർഗോഡും പയ്യന്നൂരും കല്യാശ്ശേരിയിലും മാത്രമല്ല, ഇന്ത്യയെമ്പാടുമുള്ള ആയിരക്കണക്കിന് വരുന്ന ഗ്രാമനഗരാന്തരങ്ങളിൽ ലളിതമായ ഒരൊറ്റ ചുവരെഴുത്തേ ഉയരുന്നുള്ളൂ. അത് കാസർഗോഡാവട്ടെ, കല്യാശ്ശേരിയിലാവട്ടെ, ഈ കാൺപൂരാവട്ടെ, ലക്നൌവിലാവട്ടെ, ന്യൂഡൽഹിയിലാവട്ടെ, ഇന്ത്യയുടെ 100 കണക്കിന് വരുന്ന ഏതു ഗ്രാമനഗരാന്തരങ്ങളിലും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലളിതമായ ഒരു ഒറ്റ ചുവരെഴുത്തെ അവശേഷിപ്പിക്കത്തുള്ളൂ. എന്താണ് ആ ചുവരെഴുത്തിന്റെ അർത്ഥതലം? ലളിതമാണ്, എന്നാൽ ഋജുവാർന്നതുമാണ്. ലളിതമായ ഋജുവായ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തെന്ന് പറയുന്നത് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവരാരാണ് എന്ന ചോദ്യമാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ നട്ടെല്ല് വിളക്കാത്തവരാരാണ്? ശിരസ് കുനിക്കാത്തവരാരാണ്? വിനീത വിധേയരാകാത്തവരാരാണ്? ഇന്ത്യൻ വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടിലിഴയാതെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ ഗിരിനിരകളോളം വലിപ്പമുള്ള ആകാശങ്ങളിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏതു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ അവശേഷിക്കുന്നത് എന്നുള്ളതാണ്.
അത് നീലേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും മാത്രം പ്രശ്നമല്ല, ഇന്ത്യയെമ്പാടുമുള്ള മതനിരപേക്ഷ ചേരിയുടെ പ്രശ്നമാണ്. അവരാണ് പാതാളത്തോളം വലിപ്പമുള്ള മഹാകൃത്യങ്ങളെ അഭിസംബോധന ചെയ്യവേ ആരുണ്ട് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവർ? ഏതു രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾക്ക് അതിൽ പ്രതീക്ഷയർപ്പിക്കാൻ വേണ്ടി കഴിയുക? ഏതു പതാകയാണ് വിശ്വാസമർപ്പിക്കാൻ വേണ്ടി കഴിയുക? ഏത് മുദ്രാവാക്യങ്ങളിലാണ് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പിന്മടക്കമില്ലാത്ത അന്തസത്തയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഈ ചുവരെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ആരിൽ വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി കഴിയും? ഏതു രാഷ്ട്രീയത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി കഴിയും? ഏത് മുദ്രാവാക്യങ്ങൾക്കായി നമ്മൾ ഹൃദയം പകുത്തു കൊടുക്കാൻ വേണ്ടി കഴിയും? ഇത് ചർച്ച ചെയ്യുമ്പോൾ തൊട്ട് പുറകിലുള്ള മണിക്കൂറുകളിൽ അവസാനത്തെ കോൺഗ്രസിന്റെ AICC അംഗവും BJP-യിലേക്ക് കൂറുമാറുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്നല്ല, നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയുമാണ്. സാധാരണഗതിയിൽ സമീപത്തുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മൃദുവർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സ്വയം വിൽപ്പന ചരക്കായി മാറുന്ന വാർത്തകൾ നിസ്തുലമായി നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു, നിർലോഭമായി നമ്മൾ ശ്രമിക്കാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മലയാളികളായ നമ്മളിൽപ്പെട്ട മുഴുവൻ ആളുകളും ആശ്വാസം കൊണ്ടിട്ടുണ്ട്. കേരളത്തിൽ വർഗീയ രാഷ്ട്രീയതയ്ക്ക് അത്രമേൽ സ്വീകാര്യത ലഭിക്കില്ല. കേരളത്തിലെ കോൺഗ്രസും മറ്റു സംഘവും ഒന്നും അങ്ങനെ RSS ആയി മാറില്ല. ഇതൊരു ആശ്വാസകരമായ യാഥാർത്ഥ്യമായി നമ്മളിൽ പലരും ധരിച്ചു വെച്ചിരുന്നു. 2024 ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്നയോളമുള്ള കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ദശാസന്ധിയാണ്, ഒരു ബ്രേക്ക് ത്രൂ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായി വരുന്നത്? അത് ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നമ്മളിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു അവകാശവാദമല്ല, രാഷ്ട്രീയമായ ഒരു വിമർശനം മാത്രമല്ല. വസ്തുതാപൂർണമായ സംഭവവികാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമീപ ദിവസങ്ങളിൽ സംഭവിച്ചത് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ശരിവെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്ത മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെത്. ലീഡർ എന്ന് കോൺഗ്രസുകാർ അഭിമാനത്തോടു കൂടെ വിളിക്കുന്ന നേതാവായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന K. കരുണാകരൻ. അതോടൊപ്പം അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി ഇന്നയോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 33ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറിയ മനുഷ്യനാണ് അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണി. ഇന്ത്യൻ കോൺഗ്രസിലെ തലയെടുപ്പുള്ള നേതാക്കന്മാർ ഒത്തുചേരുന്ന കാലയളവിന്റെ പ്രത്യേകത എന്താണ്? രണ്ടുപേരുടെയും മക്കൾ അവർ രാഷ്ട്രീയ നിരപേക്ഷമായി ചിന്തിക്കുന്നവരായിരുന്നില്ല. രണ്ടുപേരും അടിയുറച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു. പത്മജ വേണുഗോപാൽ മുതൽ അനിൽ ആന്റണി വരെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ വർഗീയതയെ സ്വീകരിച്ച മുഖങ്ങളായി K. കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും രണ്ട് ദ്വന്ദ്ങ്ങളായി കേരളത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രണ്ടു പേരുകൾ അവസാനിപ്പിക്കാൻ കഴിയുന്നതൊന്നുമല്ല. പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ വരെ, അനിൽ ആന്റണി മുതൽ KS രാധാകൃഷ്ണൻ വരെ, അബ്ദുൽ സലാം മുതൽ തൊട്ടപ്പുറ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP-യുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന C. രഘുനാഥ് വരെ സമീപ ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നമ്മളുടെ നാട്ടിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത അപൂർവം വരുന്ന പേരുകളിൽ ചിലതാണത്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? എന്തായിരുന്നു K. കരുണാകരന്റെ മകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച പേരെന്താണ്? അവർ പറഞ്ഞു തന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, എന്റെ ജ്യേഷ്ഠൻ ഏതു നിമിഷവും RSS ആയി മാറും. അദ്ദേഹത്തിന് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിലേക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ പൊതുബോധം അഭൂതപൂർണമായ ജാഗ്രതയോടുകൂടെയും ആശങ്കയോടുകൂടെയും കേട്ട വാചകങ്ങളായിരുന്നു ഇത്. ഇതൊരൊറ്റപ്പെട്ട അനുഭവമായിരുന്നില്ല. ഏത് കോൺഗ്രസ്സുകാരനും കേരളത്തിലും കാസർഗോഡും നീലേശ്വരത്തും ഏതു നിമിഷവും RSS ആയി മാറാം. ഈ മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലൂടെ ഇന്ത്യയും സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിൽ ഏതു രാഷ്ട്രീയത്തെയാണ് വർഗീയതയെ പരാജയപ്പെടുത്താൻ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രബുദ്ധമായ കൊടിക്കൂറ് ഉയർത്തിപ്പിടിക്കാൻ ഈ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി കഴിയുമോ? നമ്മുടെ നാട് വിശദീകരിക്കണം, വിധി എഴുതേണ്ടതായിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ ഒന്നൊഴിയാതെ പുറകെ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറുന്ന
നേതൃപദവി അലങ്കരിക്കുന്ന നേതാക്കന്മാരുടെ വാർത്തയും ചിത്രവുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. 48-72 മണിക്കൂറുകൾക്ക് പിറകിൽ മഹിളാ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവ്, AICC അംഗം, ചെറിയ നേതാവൊന്നുമല്ല, DCCയും KPCCയും ഒന്നുമല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗമാണ്. 72 മണിക്കൂറുകൾക്ക് പുറകിൽ കേരളത്തിൽ BJPയുടെ പാളയത്തിലേക്ക് ചെന്ന് ചേക്കേറിയത്. അത് ഏറ്റവും ഒടുവിലത്തെ പേര് മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര പേരുകൾ ഇപ്പോൾ കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നല്ലൊരു പങ്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘപരിവാർ സംഭാവനയാണ്. RSSന് സംഭാവന ചെയ്തതാണ്. എങ്ങനെ സംഭാവന ചെയ്തു? തീൻമേശയിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലും കഷ്ണങ്ങൾ കണക്കെ നോട്ടുകെട്ടുകളും അധികാര രാഷ്ട്രീയത്തിന്റെ പദവികളും RSS താഴേക്ക് വലിച്ചെറിയുന്നു. അത് വാരിയെടുത്ത് ഭക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന വാലാട്ടി സംഘമായി കാസർഗോഡും കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പിന്മടക്കമില്ലാത്ത പോർമുഖങ്ങളിൽ, കീഴടങ്ങാത്ത സമരമുഖങ്ങളിൽ, മുട്ടിലിഴയാത്ത രാഷ്ട്രീയ നിലപാടുകളിൽ ഇനി എത്ര നാൾ, എത്ര മണിക്കൂർ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സംഘപരിവാരത്തിന് കഴിയുന്നു? ഇവിടെ ഇത് വിശദീകരിക്കുമ്പോൾ ചെറുതും വലുതുമായ ഏത് സംവാദ സദസ്സുകളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇടതുപക്ഷക്കാർ അതൊക്കെ പറയും, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പ്രസക്തിയുള്ളത്? നിങ്ങൾക്ക് ആലപ്പുഴയിലും കോട്ടയത്തും തമിഴ്നാട്ടിൽ നിന്ന് 2 പേരും ഉൾപ്പെടെ 4-5 ആളുകളല്ലേ ഇന്ത്യൻ പാർലമെന്റിലുള്ളൂ. പല ഇടതുപക്ഷ വിരുദ്ധ ജ്വരം ബാധിച്ചവരും പരിഹാസ രൂപേണ പറയാറുള്ളൊരു വാചകം എന്താണ്? നിങ്ങൾക്കൊരു ചെറുവാഹനത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന അംഗങ്ങളല്ലേ ഉള്ളൂ. പരിഹാസത്തോടു കൂടെ ചോദിക്കാറുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തിൽ അംഗബലത്തിന്റെ പേരിലാണോ ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്? ഇന്ത്യയിൽ വർഗീയതയെ പരാജയപ്പെടുത്തുന്നതിൽ പാർലമെന്റിലെ അംഗബലം മാത്രമാണോ മാരകമായി തീരുന്നത്? ഞാൻ ചരിത്രത്തിലെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സമീപത്ത് ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, ഇന്ന് ചുറ്റിത്തിരിയുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി പണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ലീഗലൈസ്ഡ് ലൂട്ട് എന്നാണ് സമീപത്ത് ചിന്താശേഷികളുടെ രാഷ്ട്രീയ വിശാരദന്മാർ അതിനെ നിർവചിച്ചത്. ക്രമവൽക്കരിക്കപ്പെട്ട അഴിമതി. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ BJPയുടെ നേതാക്കന്മാർ, അത് നീലേശ്വരത്തുള്ള ലോക്കൽ വർഗീയവാദിയായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നമ്മുടെ ദേശീയ വർഗീയവാദിയായാലും, അവർ പലപ്പോഴും അവകാശപ്പെടാറുള്ളത് എന്താണ്? ഇപ്പൊ നിങ്ങൾ കാണുക, 2ാം UPA സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ചെറിയ അഴിമതിയൊന്നുമല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എണ്ണിയാരൊടുങ്ങാത്ത അഴിമതി കഥകളുടെ തുടർച്ചകൾക്കാണ് ആ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. BJP ഭരിക്കുന്നു, അഴിമതിയുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിൽ വർഗീയവാദികൾ സാധാരണഗതിയിൽ ഉയർത്താറുള്ള ചോദ്യം. എവിടെ 2G സ്പെക്ട്രം? എവിടെ ശതകോടിക്കണക്കിന് രൂപയുടെ മഹാകുംഭകോണ കഥകൾ? ഞങ്ങൾ അഴിമതിക്കാരല്ല, BJP അവകാശപ്പെടാറുണ്ട്. പ്രത്യേകത എന്താണ്? 76 വയസ്സ് തികയുന്നു നമ്മുടെ രാഷ്ട്രത്തിന്. 76 വയസ്സ് തികയുന്ന ഇന്ത്യയുടെ ചരിത്ര ദശാസന്ധികളിലെ ഏറ്റവും വലിയ കാട്ടുകൊള്ളയ്ക്കാണ് ഇലക്ട്രൽ ബോണ്ട് വഴി RSS നേതൃത്വമായത്. അഴിമതിയെ നിയമപരമാക്കി എടുക്കാൻ ശ്രമം നടക്കുന്നു. ക്രമവൽക്കരിക്കപ്പെട്ട അഴിമതിക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരമാണെങ്കിലോ 8,808 കോടിയിലധികം വരുന്ന തുക കോർപ്പറേറ്റ് കള്ളന്മാരുടെ അടുക്കളയിൽ നിന്നും BJP ഓഫീസിലേക്ക് നാണയത്തൊട്ടുകളായി വലിച്ചെറിഞ്ഞു. ആ എച്ചിൽ കഷ്ണങ്ങളെ വാരിയെടുത്തിട്ടാണ് കേരളത്തിൽ പത്മജ മുതൽ പത്മിനി വരെയുള്ളവരെ, അബ്ദുൽ സലാം മുതൽ KS രാധാകൃഷ്ണൻ വരെയുള്ളവരെ, അനിൽ ആന്റണി മുതൽ C രഘുനാഥ് വരെയുള്ളവരെ സംഘപരിവാരം വിലക്കെടുത്തത് കോർപ്പറേറ്റ് കള്ളന്മാരുടെ തീൻമേശയിൽ നിന്നും RSSന് വലിച്ചെറിഞ്ഞ് കിട്ടിയ അപ്പക്കഷ്ണങ്ങൾ, എല്ലും കഷ്ണങ്ങൾ കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ചില നിഷ്കളങ്കരെങ്കിലും കരുതും, അത് BJP അല്ലേ, കോൺഗ്രസ് വാങ്ങിയില്ലല്ലോ. ഇപ്പോഴത്തെ കോൺഗ്രസ് സമീപത്ത് 2 ദിവസങ്ങൾക്ക് പുറകിൽ ബക്കറ്റ് പിരിവ് നടത്തി. നമ്മൾ ചിത്രം കണ്ടു. KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റിന്റെ പദവിയുള്ള ആദരണീയനായ നേതാവ് തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റിന് മുമ്പിലൂടെ ബക്കറ്റുമായി സഞ്ചരിക്കുകയാണ്. നമ്മൾ അതിനെയൊന്നും മോശമായി കാണുന്നില്ല. പക്ഷെ ബക്കറ്റ് പിരിവിന്റെ പേരിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തെ പരിഹസിച്ചവരുണ്ടായിരുന്നു. കാലമെല്ലാത്തിനും മറുപടി നൽകുമെന്നുള്ളത് ആലങ്കാരികമായ ഒരു പദപ്രയോഗം മാത്രമല്ല, സഞ്ചരിക്കാൻ വണ്ടിക്കൂലിയില്ല. ഇതാണ് AICCയുടെ നേതാവ് സമീപത്ത് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. ആ കോൺഗ്രസിന് എത്രയാണ് ഇലക്ട്രൽ ബോണ്ട് ലഭിച്ചത്? നിയതമായ മാധ്യമ വാർത്തകൾ സത്യസന്ധമെങ്കിൽ
1908 കോടി ഈ കോർപ്പറേറ്റ് കള്ളന്മാരുടെ തീന്മേശയിൽ നിന്നും കോൺഗ്രസിനും എല്ലും കഷ്ണങ്ങൾ എന്നതുപോലെ വലിച്ചെറിയപ്പെട്ട് കിട്ടി. അതിനെയും സ്വീകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സിറ്റിംഗ് MP കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇന്ത്യയിലെ ലക്ഷണമൊത്ത കോർപ്പറേറ്റ് കള്ളന്മാരുടെ കള്ളപ്പണം കാസർഗോഡ് പാർലമെന്റ് അംഗം മുതൽ സംഭാവനയായി സ്വീകരിച്ചിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസും RSSും തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റ് ചെറിയ ധാരണയുണ്ടാകേണ്ട. ഈ പാർട്ടികൾ മാത്രമേ ഉള്ളൂ. 28-ലധികം വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ TDP, നമ്മൾ എത്ര പേർ കേട്ടിട്ടുണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ച്? തെലുങ്കുദേശം പാർട്ടി 178 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇലക്ട്രൽ ബോണ്ടായി സ്വീകരിച്ചത്. കോടികളുടെ കണക്ക് പറയുമ്പോൾ നമ്മളിൽ പലരും 1 ലക്ഷം രൂപ തികച്ച് കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 178 കോടി, 8,808 കോടി BJPക്ക്, 1,908 കോടി കോൺഗ്രസിന് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നിർദ്ധാരണം ചെയ്യാൻ കഴിയാത്തത്ര വലിപ്പമുള്ള സംഖ്യയാണ് ഈ കോടികളുടെ കണക്കെന്ന് പറയുന്നത്. മിസോറാമിലെ പീപ്പിൾസ് പാർട്ടി യഥാർത്ഥത്തിൽ 1-2 കേരളത്തിലെ പാർലമെന്റ് മണ്ഡലം ചേരുന്ന സ്ഥലമേ ഉള്ളൂ. അവിടുത്തെ പാർട്ടിക്ക് എത്രയാണ് ഇലക്ട്രൽ ബോണ്ട്? 278 കോടി രൂപയാണ് MPP എന്നറിയപ്പെടുന്ന മിസോറാം പീപ്പിൾസ് പാർട്ടി. ഭാരതീയ രാഷ്ട്രീയ സമിതി എന്ന് പേര് മാറ്റപ്പെട്ട TRS എത്രയാണ്? 1000 കോടി രൂപയാണ് തെലങ്കാനയിൽ നിന്ന് സംഭാവന വാങ്ങിച്ചത്. TRSും മിസോറാം പീപ്പിൾസ് പാർട്ടിയും TDPയും തെലുങ്ക് ദേശം പാർട്ടിയും ഉൾപ്പെടെ കോൺഗ്രസും BJPയും വരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇന്ത്യയിൽ ഇന്നയോളം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത 28 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏതാണ്ട് എല്ലാ പേരും ഈ കോർപ്പറേറ്റ് കള്ളന്മാരിൽ നിന്ന് പണം സ്വീകരിച്ചു. എന്നിട്ടാണ് ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടിയ അഴിമതിക്ക് നമ്മളുടെ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. സുപ്രീം കോടതി സവിശേഷകരമായ ഉത്തരവിലൂടെ ഈ കള്ളപ്പണത്തിന്റെ അഴിമതിയെ റദ്ദു ചെയ്യാൻ തയ്യാറായി. ലോകമെമ്പാടും സ്വീകാര്യമായ ഒരു വിധിയായിരുന്നു അത്. പക്ഷേ ആ വിധിയെ സംബന്ധിച്ച് കേരളത്തിൽ എത്ര പത്രങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു? 7 മണി മുതൽ 10 മണി വരെ പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകൾ സംഘടിപ്പിക്കപ്പെടുന്ന എത്ര മാധ്യമ സ്ഥാപനങ്ങൾ, എത്ര മാധ്യമ പ്രവർത്തകർ അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ കേസിന്റെ നാൾ വഴികൾ നമ്മളോട് വിശദീകരിച്ചു? ഒരൊറ്റയാളും വിശദീകരിച്ചില്ല. ലൈവ് ലോ അഡ്വക്കേറ്റ് PV ദിനേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സുപ്രീം കോടതിയിലെ അഭിഭാഷക സംഘം അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ്. സുപ്രീം കോടതിയിലെ തത്സമയ സംപ്രേഷണം സംഭാഷണങ്ങളായി, വാചകങ്ങളായി ലൈവ് ലോ വഴി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇലക്ട്രൽ ബോണ്ട് സംബന്ധമായ കേസിൽ വിധി പ്രസ്താവം വരുന്നതിന് തൊട്ട് മുമ്പുള്ള സിറ്റിംഗിൽ ആ കേസിൽ ഏറ്റവും സുപ്രധാനമായി വാദമുന്നയിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്താണ്. അദ്ദേഹം പഞ്ചാബ് സർക്കാരിന്റെ അഡീഷണൽ കൗൺസിലാണ്. ആ സമയത്ത് അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്തിനോട് വിധി പ്രസ്താവത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJI ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ലൈവിലോ ഇപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്: ആർ യു നോട്ട് അഷെയിംഡ് ടു കം ഹിയർ? ഇതാണ് ചന്ദ്രചൂഡിന്റെ വാചകത്തിന്റെ ആദ്യ വാചകം. എന്താണ് പറയുന്നത്? അങ്ങേക്ക് നാണമാകുന്നില്ലേ ഇവിടെ വന്ന് നിൽക്കുവാൻ? വിയോജിപ്പിന്റെ സ്വരമുയർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ കരമുയർത്തുന്നുണ്ട്. അദ്ദേഹം അനുവദിക്കുന്നു ഷാദൻ ഫറാസത്തിനോട് സംസാരിക്കുവാൻ. ഇത് വിധി പ്രസ്താവത്തിന്റെ ഭാഗമല്ല, സുപ്രീം കോടതിയിൽ ലൈവിലോ റിപ്പോർട്ട് ചെയ്ത സംഭാഷണ ശകലമാണ്. അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം എനിക്ക് നേരെ നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ന്യായാധിപനായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നു, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്കാലത്തുമായിട്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പകൽ ബോണ്ട് വാങ്ങുക, എന്നിട്ട് കോടതിയുടെ മുമ്പിൽ വന്നു നിന്ന് അതിനെതിരെ കേസ് നടത്തുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആർ യു നോട്ട് അഷെയിംഡ് ടു കം ഹിയർ? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇവിടെ വന്ന് നിൽക്കുവാൻ? വിയോജിപ്പിന്റെ കരമുയർത്തി എന്നാൽ വിനയാനിത്തമായ ശബ്ദത്തോടുകൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ലാത്ത ഇന്ത്യ ആദരിക്കുന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ലക്ഷണമൊത്ത കോർപ്പറേറ്റ് കള്ളന്മാരുടെ അഴിമതി പണമാണ് ഇലക്ട്രൽ ബോണ്ടായി ഇന്ത്യയിൽ 100 കണക്കിന് വരുന്ന ആളുകൾ ശതകോടിക്കണക്കിന് വരുന്ന തുക സംഭാവനയായി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കോർപ്പറേറ്റ് കള്ളന്മാരുടെ കള്ളപ്പണം സ്വീകരിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അത് സ്വീകരിക്കണമെങ്കിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ കോർപ്പറേറ്റ് കള്ളന്മാരുടെ കള്ളപ്പണം സ്വീകരിക്കാൻ
ഇലക്ട്രൽ ബോണ്ട് വാങ്ങുവാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അതിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതിനെ പ്രതിദാനം ചെയ്തിട്ടാണ് ഞാൻ സുപ്രീം കോടതിയിൽ വന്നു നിൽക്കുന്നത്. അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് പറഞ്ഞു. ആ വാദത്തിന് ശേഷമാണ് ഇലക്ട്രൽ ബോണ്ടിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്ന വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? നീലേശ്വരത്ത് അപൂർവമെങ്കിലും കാസർഗോഡ് അല്പം സുലഭമായിട്ടുള്ള അന്തസ്സുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെയുള്ളവരെ വിലക്കെടുക്കാൻ RSS തീൻമേശയിൽ നിന്ന് എല്ലും കഷ്ണങ്ങളായി വലിച്ചെറിഞ്ഞത് ഈ കള്ളപ്പണമാണ്, ഈ അഴിമതിക്കാശാണ്. ആ അഴിമതിക്കാശ് നിരോധിക്കാൻ നൊന്തുതല്ലി സമരമിറങ്ങിയ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. അവശേഷിക്കുന്ന നീലേശ്വരത്തെ, കാസർഗോഡ്, കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഭാവിയിൽ RSS ആകാതിരിക്കാനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഏപ്രിൽ മാസം 26-ന് വോട്ട് രേഖപ്പെടുത്തേണ്ടത് സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്റർക്കാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ്. കാരണം എന്താണ്? ഈ അവശേഷിക്കുന്ന കോൺഗ്രസിനെ സംരക്ഷിക്കാൻ BJPയുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ് പൂട്ടിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതിന്റെ നേതൃത്വമായ CPIM ആണ്. എത്ര മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കെന്താണ് ഇന്ത്യയിൽ പ്രസക്തി? ആ പ്രസക്തി വരച്ചിട്ട ഇന്ത്യൻ അനുഭവമാണത്. ലോകമെമ്പാടും അത്ഭുതത്തോടുകൂടെ ഇന്ത്യയിലേക്ക് നോക്കിയില്ലേ? എല്ലാ പാർട്ടികളും ഇതിന്റെ കള്ളപ്പണം പറ്റുവാൻ, അതിന്റെ ഓഹരി വിഴുങ്ങുവാൻ ക്യൂ നിന്നപ്പോൾ ആ വരിയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉണ്ടായില്ല. അഭിമാനത്തോടു കൂടെ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. ഇതൊരു അനുഭവത്തിൽ മാത്രമാണോ? അതേ തുടർന്ന് എന്താണ് സംഭവിച്ചത്? കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വർഗീയ ധ്രുവീകരണം സാധ്യമാക്കാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ പ്രചാരണങ്ങളിലെയും തല തകർത്തില്ലേ? ഇലക്ട്രൽ ബോണ്ട് വഴി അനാവൃതമാക്കപ്പെട്ട വികൃത രൂപമായി ഇന്ത്യൻ പൊതുജന സാമാന്യത്തിന് മുമ്പിൽ ഇന്ത്യയിലെ RSSന് സുപ്രധാനമായി നിൽക്കേണ്ടതായി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു അല്ലേ? ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോഴോ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ആധാരമായ കേസ് അരബിന്ദോ ഫാർമസി. ഞാൻ അതിന്റെ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ 3-4 പ്രതിസ്ഥാനത്തുണ്ടായിരുന്നയാളാണ് ശരത്ചന്ദ്ര റെഡ്ഡി. ചെറിയ മുതലാളിയൊന്നുമല്ല. എന്താണ് പ്രത്യേകത? നവംബർ മാസം 5-ന് മദ്യനയ അഴിമതി കേസിൽ ശരത്ചന്ദ്ര റെഡ്ഡി പ്രതിയാക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അരബിന്ദോ ഫാർമസിയുടെ മുതലാളി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നവംബർ മാസം 10-ാം തീയതി എന്ത് ചെയ്യുന്നു? ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമസി ഓരോ കോടി വിലയുള്ള 5 ബോണ്ട് അത് വാങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? BJP ആഫീസിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. നവംബർ മാസം 10-ാം തീയതി എത്തുമ്പോഴോ സുപ്രധാന പ്രതിപട്ടികയിൽ സ്ഥാനമലങ്കരിച്ചിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമസി മാപ്പ് സാക്ഷിയായി മാറുന്നു. ഇതാണ് കണ്ടത്. മാപ്പ് സാക്ഷിയായി മാറിയപ്പോഴോ 25 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിച്ച് എങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കുന്നു? വാലാട്ടി നിൽക്കുന്ന നായ്ക്കുട്ടികൾക്ക് എല്ലും കഷ്ടങ്ങൾ കൊടുക്കുന്നത് പോലെ ഇന്ത്യയിലെ ലക്ഷണമൊത്ത അഴിമതിക്കാരും കള്ളന്മാരും BJP ആഫീസിലേക്ക് 25 കോടി കൂടെ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെയോ ഇതേവരെ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. ഈ കള്ളപ്പണം മുഴുവൻ സ്വീകരിച്ച അതിന്റെ 1ാമത്തെ ഗുണഭോക്താവ് BJP ആയി മാറിയപ്പോ അതേ കേസിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. ഇതിനാണ് നമ്മളുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഉയർന്നു വരുന്നത്. അസാധാരണമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഗിരിനിരകളോളം വലിപ്പമുള്ള പതാകയെ, അന്തസ്സുള്ള രാഷ്ട്രീയത്തിന്റെ, ജനാധിപത്യ ബദലനുഭവങ്ങളുടെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പതാകയെ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കാൻ ആര്? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് MV ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ കാസർഗോഡ് നൽകേണ്ടത്. ഇതൊരനുഭവം മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അത്രയും തെരഞ്ഞെടുപ്പിന് നമ്മൾ തയ്യാറെടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ എന്തായിരുന്നു? നമ്മളുടെ ബൂത്തിൽ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പോകുമ്പോൾ പല സുഹൃത്തുക്കളും സഖാക്കളും പറയും, പെൻഷൻ കൊടുത്തിട്ടില്ല, സപ്ലൈകോയിൽ ആ സാധനം ഇല്ല, നമുക്ക് വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോകാൻ പറ്റില്ല. സഖാബ് ഇത് എത്രയും വേഗം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണം. എന്നോട് മാത്രമല്ല, നമ്മളുടെ ബൂത്ത് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മളിൽപ്പെട്ട എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും നമ്മളുടെ സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണം ഇതായിരുന്നു. കാരണം എന്താണ്? നമ്മൾ സദസ്സിലടക്കം വിശദീകരിച്ചതാണ്. കേരളത്തിന് നേർക്ക് സാമ്പത്തിക യുദ്ധം അത് ആലങ്കാരികമായ പ്രയോഗമൊന്നുമല്ല, അതും അർത്ഥസമ്പൂർണമായ പ്രയോഗം തന്നെയാണ്. ആ പ്രയോഗം ലോകത്താദ്യം നടത്തുന്നത് ആരാണ്? നമ്മളാരുമല്ല. ഏതാണ്ട് കുറച്ച് വർഷാന്തരങ്ങൾക്ക് പിറകിൽ
ക്യൂബയുടെ ആദരണീയനായ ഭരണാധികാരി ഫിഡൽ കാസ്ട്രോ മരണപ്പെടുന്നതിന് 3-4 മാസങ്ങൾക്ക് പുറകിൽ ഫിഡൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ് ഇല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞാനത് ദൈർഘ്യം സൂചിപ്പിക്കാൻ കാരണം 3-4 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഐതിഹാസിക സമ്പൂർണമായ മഹാപ്രഭാഷണങ്ങളുടെ പ്രതീകമാണ് ഫിഡൽ. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിലാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. വാക്കുകളെ മുറിയുന്നുള്ളൂ, രാഷ്ട്രീയ ബോധ്യം മുറിയുന്നില്ല. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ തന്റെ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് ഫിഡൽ കാസ്ട്രോ UN-നെ ഏറ്റവും ഒടുവിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അഭിസംബോധന ചെയ്ത് അവസാനിപ്പിക്കവേ അദ്ദേഹം ഉപയോഗിക്കുന്ന 2 വാചകങ്ങളുണ്ട്. കാസർഗോഡും നീലേശ്വരത്തും കേരളത്തിലും തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുവരെഴുത്തായി മാറേണ്ട വാചകങ്ങളാണ്. എന്താണ് ഫിഡൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ആദ്യ വാചകം ഇപ്രകാരമാണ്: ഫിനാൻഷ്യൽ സീഗ് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. അതാണ് ഫിഡലിന്റെ ആദ്യ വാചകം. സാമ്പത്തികമായ ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല, ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. ഞങ്ങളുടെ ക്യൂബയ്ക്ക് മേൽ നടത്തപ്പെടുന്ന ഒരു മഹായുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ വാചകം പറഞ്ഞുകൊണ്ടാണ് UN-ൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിക്കുന്നത്. കാരണം എന്താണ്? ലോക ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ അമേരിക്കൻ ഐക്യനാടുകളുടെ മടിയിലാണ് ക്യൂബ കിടക്കുന്നത്. ക്യൂബയുടെ സ്ഥാനം അവിടെയാണ്. 40 വർഷത്തിലധികമായി ക്യൂബയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധമാണ്. ക്യൂബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ്? കരിമ്പാണ്. ക്യൂബയുടെ കരിമ്പാണെങ്കിലോ അമേരിക്കയുടെ അതിർത്തിയിൽ പ്രവേശനമില്ല. ക്യൂബയുടെ കരിമ്പുൽപ്പന്നങ്ങളാണെങ്കിലോ അമേരിക്കൻ ഐക്യനാടുകൾക്കുള്ളിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. ഈ ഉപരോധത്തെ ക്യൂബ നേരിടുകയാണ്. ആ ഉപരോധത്തെ കുറിച്ചാണ് ഫിഡൽ പറയുന്നത്. ഇത് കേവല സാമ്പത്തിക പ്രശ്നമല്ല, ഞങ്ങളുടെ നാടിന് മേൽ നടത്തപ്പെടുന്ന യുദ്ധമാണ്. ക്യൂബയും കേരളവും തമ്മിൽ എന്ത് താരതമ്യം? ക്യൂബ ഒരു രാഷ്ട്രവും കേരളം ഒരു സംസ്ഥാനവുമാണ്. ആ അർത്ഥത്തിൽ സമീകരണങ്ങൾ അർത്ഥരഹിതമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രബുദ്ധമായ പതാകയുടെ പേരിൽ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ ഭൂപടത്തിൽ നിന്നുള്ളതല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തപ്പെട്ടു. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന്, ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്നല്ല, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് കേരളം ഉയർത്തുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ കരുത്തിന്റെ പ്രതീകത്തിന്റെ പേരിൽ കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തപ്പെടുന്നു. പല വിധത്തിലുള്ള ഉപായങ്ങൾ സ്വീകരിച്ചു. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചു. മീനാക്ഷിയിലേക്ക് കേരളത്തിലെ മനുഷ്യരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കണമെന്ന് പറഞ്ഞു. പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടു. കേരളം ശിരസ് കുനിച്ചില്ല, നട്ടല് വളച്ചില്ല, മുട്ടിലെഴഞ്ഞില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ്? സാമ്പത്തികമായ യുദ്ധം കേരളത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ജനകീയ പ്രതിരോധ ജാഥ നമ്മൾ നയിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾ ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ മനുഷ്യ മഹാശൃംഖലയായി കേരളത്തിൽ അണിയണിയായി ചങ്ങല തീർത്തത്. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിയിൽ പോയപ്പോൾ നീലേശ്വരം നഗരസഭയുടെ മുമ്പിലും അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ 100 കണക്കിന് വരുന്ന ഗ്രാമനഗരാന്തരങ്ങളിലും നൊന്തുതല്ലി മുദ്രാവാക്യമിഴകി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ, സാമ്പത്തിക യുദ്ധത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയത് ഇതിനു വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ റേഷൻ കട പൂട്ടിക്കണം, കേരളത്തിന്റെ സപ്ലൈകോ പൂട്ടിക്കണം, നീലേശ്വരത്തെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കുടിക്കുന്ന നമ്മളിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടണം, കേരളത്തിലെ വയോജനങ്ങളുടെ പെൻഷൻ മുടക്കണം, കേരളത്തിലെയും കാസർഗോഡെയും നീലേശ്വരത്തെയും വിധവകളുടെ പെൻഷൻ മുടക്കണം, നെൽകർഷകരുടെ വിഹിതം അട്ടിമറിക്കണം, അധ്യാപകരുടെ ശമ്പളം മുടക്കണം. എന്താണ് സാമ്പത്തിക യുദ്ധം? 1,06,710 കോടി രൂപയുടെ വലിപ്പമുള്ള കണക്കിന്റെ ശതമാനത്തോതും മാത്രമല്ല കേരളത്തിന് നേർക്ക് RSS അഴിച്ചുവിട്ട സാമ്പത്തിക യുദ്ധം. ആ സാമ്പത്തിക യുദ്ധം എന്താണ്? എന്റെയും നിങ്ങളുടെയും വീടിരിക്കുന്ന ബൂത്ത് പ്രദേശത്ത്, എന്റെയും നിങ്ങളുടെയും വീടിരിക്കുന്ന വാർഡ് പ്രദേശത്ത് നെൽകർഷകരുണ്ടോ? ആ നെൽകർഷകർ കമ്മ്യൂണിസ്റ്റുകാരനാണോ, ഇടതുപക്ഷക്കാരനാണോ, ഇടതുപക്ഷ വിരുദ്ധരാണോ? അതല്ല RSS നോക്കിയത്. യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ മറവിൽ RSS മറയേതുമില്ലാതെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നീലേശ്വരത്ത് കൃഷി ചെയ്യുന്ന, കാസർഗോഡ് കൃഷി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ നെൽകർഷകനാണോ? നിങ്ങൾ ജീവിത പ്രതിസന്ധിയിൽ ആത്മാഹൂതി ചെയ്യാൻ കയറെടുത്ത് കെട്ടിത്തൂങ്ങിയാലും ശരി, കേരളത്തിലെ കാസർഗോഡ് നീലേശ്വരത്തെ നെൽകർഷകർക്ക് ലഭിക്കേണ്ട അവകാശമായ വിഹിതം ഞങ്ങൾ തരില്ല. ഇതാരാണ് പറയുന്നത്? ഇതാണ് RSS പറഞ്ഞത്. ഇതാരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്? അക്ഷരാർത്ഥത്തിൽ കേരളത്തോട്, കാസർഗോഡ് നീലേശ്വരത്തോട്, നമ്മളെ വീടിരിക്കുന്ന ബൂത്ത് പ്രദേശത്തെ നിസ്വരായ മനുഷ്യരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്.
സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ശ്രമിച്ചില്ലേ? നീലേശ്വരത്തെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞി ഒരിടതുപക്ഷ പ്രശ്നം മാത്രമാണോ? ഒരിടതുപക്ഷ പ്രശ്നമാണ്, പക്ഷെ ഒരിടതുപക്ഷ പ്രശ്നം മാത്രമാണോ? നമ്മളിൽപ്പെട്ട എത്രയോ കുടുംബങ്ങളിലെ കുട്ടികൾ ഉച്ചക്കഞ്ഞി കുടിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളായി കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അതിൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് താല്പര്യമുള്ളവരില്ലേ? അവരുടെ കഞ്ഞിയിലേക്ക് മണ്ണ് വാരിയിടുമ്പോ നിങ്ങൾ ആരോടൊപ്പമായിരുന്നു? നിങ്ങൾ ഏതു പക്ഷത്തായിരുന്നു? നിങ്ങളുടെ ചേരി ഏതായിരുന്നു? ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഘട്ടമാണ് ഏപ്രിൽ 26. കാരണം എന്താണ്? സിറ്റിംഗ് MP ഉള്ള നാടാണല്ലോ. ഒട്ടറിനോ കാസ്ലോയുടെ കവിതയുണ്ട്, ടു ദ പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് ഓഫ് മൈ സ്വീറ്റ് കൺട്രി. ഏകാന്തവും ചെറുതുമായ ഒരു ജാലകണക്ക് എന്റെ രാഷ്ട്രം കത്തിയമരവേ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ഉയർന്നു വരും. ഒട്ടറിന കാസ്ല പറയുന്നുണ്ട്. ആരോടൊപ്പമായിരുന്നു കാസർഗോഡിന്റെ സിറ്റിംഗ് MP? നീലേശ്വരത്തും കാസർഗോഡും നമ്മുടെ മണ്ഡലത്തിൽ നൂറുകണക്കിന് വരുന്ന ബൂത്ത് പ്രദേശങ്ങളിൽ നെൽകർഷകർക്ക് വിഹിതം നിഷേധിച്ചപ്പോൾ, സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടപ്പോൾ, വയോജനങ്ങളുടെ വിധവകളുടെ പെൻഷൻ മുടക്കാൻ ശ്രമിച്ചപ്പോൾ, സപ്ലൈകോ പൂട്ടിക്കാൻ, റേഷൻ കട തകർക്കാൻ, പൊതുവിതരണ ശൃംഖലയുടെ ജീവനെടുക്കാൻ, അധ്യാപകരുടെ ശമ്പളം മുടക്കാൻ, കേരളത്തിന്റെ ജനജീവിത മണ്ഡലത്തിൽ സമസ്ത മേഖലകളെയും തകർക്കാൻ RSS യുദ്ധം പ്രഖ്യാപിച്ചപ്പോ എന്തെടുക്കുകയായിരുന്നു കാസർഗോഡ് ഇപ്പോഴത്തെ MP? ആരോടൊപ്പമായിരുന്നു? ഏതു ചേരിയിലായിരുന്നു? ഏതു പക്ഷത്തായിരുന്നു? ഈ ചോദ്യം നമ്മൾ ഉയർത്തുന്നതല്ല. 1930കളിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളുടെ കാലയളവിൽ അമ്മ എന്ന സാഹിത്യ സൃഷ്ടിയെ ലോകത്തിന് സംഭാവന ചെയ്ത മാക്സിം ഗോർക്കിയാണ് ലോകമെമ്പാടുമുള്ള സാഹിത്യ നായകന്മാരെ നിങ്ങളുടെ ചേരി ഏത് എന്ന ചോദ്യം ഉയർത്തുന്നത്. പെരുമ്പാവൂരിൽ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ചേരവേ മഹാനായ EMS ദേശാഭിമാനിയിൽ എഴുതി, നിങ്ങളുടെ ചേരി ഏത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ കുട്ടിക്കൃഷ്ണമാരാൻ മറുപടി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷം പറയാൻ മനസ്സില്ല, കണ്ടപാട് നോക്കിക്കൊള്ളൂ എന്നുള്ളത്. നിങ്ങളുടെ ചേരിയും പക്ഷവും ഏതാണ്? നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ, ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളി നേരിട്ടപ്പോൾ, അത് ദുരിതപൂർണമായപ്പോൾ, അതിനു നേർക്ക് RSS കേരളീയ വിരുദ്ധ മനോഭാവത്തോടു കൂടെ യുദ്ധം അഴിച്ചു വിട്ടപ്പോൾ എവിടെയായിരുന്നു? ആരോടൊപ്പമായിരുന്നു? ഏതു പക്ഷത്തായിരുന്നു? കാസർഗോഡ് MP മാത്രമല്ല, ശബ്ദിച്ചിട്ടില്ല UDFന്റെ കേരളത്തിലെ 18 MPമാർ. ഒരക്ഷരം മിണ്ടിയിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഒരു വാക്കുച്ചരിച്ചിട്ടില്ല കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്. യുദ്ധം അഴിച്ചുവിട്ടത് RSS ആയിരുന്നുവെങ്കിലും കേരളത്തിൽ അതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് കാസർഗോഡ് MP ഉൾക്കൊള്ളുന്ന കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നു. RSSന്റെ കേരളീയ വിരുദ്ധ പദ്ധതിയുടെ കേരളത്തിലെ നടത്തിപ്പുകാർ BJP മാത്രമായിരുന്നില്ല. അതിനേക്കാൾ മുൻപന്തിയിൽ നിന്നത് കാസർഗോഡ് MP ഉൾക്കൊള്ളുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരായിരുന്നു. നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഇതിന് മുമ്പിൽ ആരാണ് ശബ്ദമുയർത്തിയത്? ആരാണ് പ്രതിരോധം തീർത്തത്? ഓരോ പരിപാടിക്കുമായി നമ്മൾ ബോണ്ട് കിട്ടാത്ത രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണല്ലോ. ബൂത്ത് പ്രദേശത്ത് വീട് കയറണം, ബക്കറ്റുമായി കവലകളിലേക്ക് പോകണം. ഓരോ പരിപാടിയും ചിലപ്പോൾ സാമ്പത്തികമായി വലിയ വിഹിതം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരുമ്പോൾ പല സുഹൃത്തുക്കളും സഖാക്കളും പറയും, പരിപാടി കൊണ്ട് മടുത്തു, വലിയ സാമ്പത്തിക വിഹിതമാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബോണ്ട് വാങ്ങാത്തവരാണ്. അതുകൊണ്ട് അന്തസ്സോടുകൂടെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം പ്രതിരോധ ജാഥ നയിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യ ശൃംഖല തീർത്തത്. അതിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയപ്പോൾ കേരളത്തിന്റെ എല്ലാ ഗ്രാമനഗരാന്തരങ്ങളിലും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ കേരളത്തിന് വേണ്ടി നമ്മൾ സമരമിറങ്ങിയത്. അപ്പോഴൊക്കെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞത് എന്താണ്? ഇത് മിസ്മാനേജ്മെന്റ് ആണ്, ഇത് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ പ്രശ്നം മാത്രമാണ്. നമ്മൾ പറഞ്ഞു, അല്ല, ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. കേരളത്തെ തകർക്കാൻ RSS നടത്തുന്ന സാമ്പത്തിക ഗൂഢാലോചന എന്ന കുറ്റകൃത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത്. പക്ഷേ ആ പ്രശ്നത്തിൽ കേരളത്തോടൊപ്പം നിന്നില്ല. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ കേരളം കേസ് കൊടുത്തു. തുടർച്ചയായി കേരളത്തിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടി എന്ന മഹാസമരങ്ങളുടെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നമ്മൾ കേസിന് പോയി. കേസിന് പോയപ്പോഴോ മാർച്ച് മാസം 3-ാം തീയതി വന്ന വിധി പ്രസ്താവം എന്താണ്? നമുക്ക് അർഹമായ സാമ്പത്തിക വിഹിതമാണ് കിട്ടിയിട്ടുള്ളത്, തർക്കഭേദമില്ല. പക്ഷെ അതിനു മുമ്പ് RSS നമ്മളോട് പറഞ്ഞത് എന്താ? ഇപ്പോഴത്തെ വയനാട് MPയുടെ സഹോദരി ഭർത്താവ് 175 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് നൽകിയത്. 175 കോടി രൂപ. എന്തുകൊണ്ടാണ്? ഇങ്ങനെ കുറച്ച് ബോണ്ട വാങ്ങി BJPക്ക് കൊടുത്താൽ മതി, ചിലപ്പോൾ കേരളത്തിന്റെ വിഹിതം അവർ പരിഹരിച്ചേനെ. കേരളത്തിന്റെ പ്രശ്നങ്ങളോട് ശത്രുതാപൂർണമായ സമീപനത്തിൽ അവർ ഒരു മയപ്പെട്ട നിലപാടിലേക്ക് വന്നേനെ. പക്ഷെ എന്താണ്? നമ്മളൊന്ന് ശിരസ് കുനിക്കണം, നമ്മളൊന്ന് നട്ടല് വളയ്ക്കണം.
നമ്മൾ നമ്മുടെ കൊടിപ്പടകൊന്ന് താഴ്ത്തി വെക്കണം. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തെ പരിഗണിച്ചേനെ. കേസ് കൊടുത്ത് ചർച്ചയ്ക്കിരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞപ്പോഴോ RSS സോളിസിറ്റർ ജനറൽ മുഖാന്തരം കേരളത്തോട് പറഞ്ഞ എന്താ, നീയൊക്കെ കേസ് കൊടുത്തു അല്ലേ, മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചാൽ 5000 കോടി തരാം. ഇതായിരുന്നില്ലേ സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ RSSന്റെ വക്താവായി നമ്മുടെ ചർച്ചയിൽ വന്ന് നമ്മളോട് പറഞ്ഞത്? നമ്മളെന്താ പറഞ്ഞത്? കേസ് പിൻവലിക്കില്ല, ഒരാളുടെയും മുമ്പിൽ തല കുനിക്കില്ല, ഒരാളുടെയും മുമ്പിൽ ശിരസ് കുനിക്കില്ല, തല പോയാലും RSSന് മുമ്പിൽ തല കുനിക്കില്ല എന്ന് കേരളം പറഞ്ഞു. പിന്നീടുണ്ടായ അനുഭവം എന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കോടാനുകോടി വരുന്ന തുക നമുക്ക് കിട്ടി. ചെറിയ കോടിയൊന്നുമല്ല, വലിയ കോടി രൂപ കിട്ടി. എന്താ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥപൂർണമായ വാചകം? കേസ് പിൻവലിച്ചാൽ 5000 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ തല പോയാലും തല കുനിക്കില്ല എന്ന് കേരളം പറഞ്ഞപ്പോ കേരളം ഉയർത്തിയ വാദമുഖങ്ങളെ ശരിയാവണ്ണം വിശകലനം ചെയ്ത് സുപ്രീം കോടതി അർത്ഥസമ്പൂർണമായി പറഞ്ഞത് RSSന്റെ തറവാട്ടിലെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ വിഹിതമൊന്നുമല്ല ചോദിക്കുന്നത്. നീലേശ്വരത്തും കാസർഗോഡും കേരളത്തിലും നമ്മൾ പലചരക്കും പച്ചക്കറിയും ഇറച്ചിയും വാങ്ങാൻ കൊടുക്കുന്ന നികുതിപ്പണത്തിന്റെ വിഹിതമാണ്. കളിക്കാതെ കാശ് കൊടുക്കുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 13,608 കോടി രൂപ കേരളത്തിന് അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രസ്താവം ഉണ്ടായി. എന്താ അതിന്റെ പ്രത്യേകത? CPMന്റെ ഓഫീസിലേക്കല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരുടെ ഓഫീസ് മന്ദിരങ്ങളിലേക്കല്ല തുക പോയത് എങ്ങോട്ടേക്കാണ്? ഏപ്രിൽ മാസം ഇന്ന് മുതൽ ടാഗോറിന്റെ കവിതയുണ്ട്, where the head is held high and the mind is without fear. എവിടെ ശിരസുന്നതമായിരിക്കുന്നോ, എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നോ, ആ സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് എന്റെ രാഷ്ട്രത്തെ നയിക്കണമേ എന്ന് കവിത എഴുതിയത് ടാഗോറാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ ഇവിടെ ഒത്തുചേരുന്ന സമയത്ത് നീലേശ്വരത്തും കാസർഗോഡും കേരളത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവസാനത്തെ പ്രവർത്തകനും അവസാനത്തെ അനുഭാവിക്കും അവസാനത്തെ സഹയാത്രികനും ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. കുനിയാത്ത ശിരസും വളയാത്ത നട്ടെല്ലുമായി കേരളം ആർജവത്തോടുകൂടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ ഇന്ത്യയിൽ സംഘപരിവാരത്തിന് പരാജയപ്പെടേണ്ട വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ പോരാടി ലഭിച്ച 13,608 കോടി രൂപ ഇന്ന് മുതൽ കേരളത്തിലെ 64 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് 4,800 രൂപയായി സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം നടത്താൻ വേണ്ടി പോവുകയാണ്. ആര്? ഇടതുപക്ഷം നടത്തിയ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ്. ശബരി കെ റൈസ് നമ്മൾ കണ്ടില്ലേ, ജയാമട്ട അരി 28 രൂപയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് വിതരണം ആരംഭിച്ചില്ലേ? എന്തായിരുന്നു പ്രത്യേകത? നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഭാരതരി RSS ഇറങ്ങിയില്ലേ? തൃശ്ശൂർ കയ്യിലെടുക്കാൻ വന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി തൃശ്ശൂർ ചന്തയിൽ RSS നേരിട്ട് കൊണ്ടുവന്ന് അരി വിതരണം നടത്തിയില്ലേ? എന്താ അരി വിതരണത്തിന്റെ പ്രത്യേകത? ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല എന്ന് പറയുന്നത്. എത്ര റേഷൻ കടകളുണ്ട് നമ്മൾ മറക്കരുത്. 17,688 റേഷൻ കടകളുണ്ട് കേരളത്തിന്. 781 പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ. ഇതാണ് കേരളം. 781 പഞ്ചായത്തും 6 കോർപ്പറേഷനും 86 നഗരസഭയും വഴി 17,661 റേഷൻ കടകൾ. ഇതാണ് കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല. ആ പൊതുവിതരണ ശൃംഖലയുടെ അരി വിഹിതം എങ്ങനെയായിരുന്നു? BPL മാത്രമായി മോഡി ഗവൺമെന്റ് അരി വെട്ടിച്ചുരുക്കി. നമ്മുടെ സപ്ലൈകോ, നമ്മുടെ കൺസ്യൂമർ ഫെഡ് എന്ത് ചെയ്തു? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ലേലത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ തുകയ്ക്ക് അരി വാങ്ങിക്കുന്നു. സബ്സിഡിയോടുകൂടെ 4.5 രൂപയ്ക്കും 10.5 രൂപയ്ക്കും അരി കേരളത്തിന്റെ റേഷൻ കടയിൽ വിതരണം ചെയ്യുന്നു. ആ പ്രക്രിയ എന്ത് ചെയ്തു? ഇവിടെ ഒത്തുചേരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് സംഘപരിവാരം ആ പ്രക്രിയ അവസാനിപ്പിച്ചു. കാരണം എന്താണ്? നിങ്ങൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണോ, സപ്ലൈകോയും കൺസ്യൂമർ ഫെഡുമാണോ? നിങ്ങൾക്ക് ഇവിടെ അരിയില്ല. അതായിരുന്നു തീരുമാനം. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം, അതുവഴിയാണ് കേരളം അരി വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ നീലേശ്വരത്തെ ഒരു മുതലാളിക്കോ അദ്ദേഹത്തിന് ലേലത്തിൽ പങ്കെടുക്കാം. സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും നിങ്ങൾക്ക് പറ്റില്ല. ഫലം എന്താണ്? കേരളത്തിലെ ഇന്ത്യക്ക് മാതൃകയായ കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയുടെ ജീവനെടുക്കാൻ RSS തീരുമാനിച്ചു. ആ 4.5 രൂപയ്ക്കും 10.5 രൂപയ്ക്കും 17,661 റേഷൻ കടകളിൽ വിതരണം ചെയ്യപ്പെടേണ്ട അരി 29 രൂപയ്ക്ക് തൃശ്ശൂരിൽ കൊണ്ട് വിതരണം ചെയ്തു. മനോരമയ്ക്ക് സന്തോഷം, മാതൃഭൂമിക്ക് ആഹ്ലാദം. ഇന്നയോളമില്ലാത്ത പുതുവാർത്ത. ഇതിലല്ലേ നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത്. അതിന്റെ ഈ മുമ്പിൽ കേരളം കീഴടങ്ങിയില്ല. അതുകൊണ്ടാണ്
ഈ സാമ്പത്തിക യുദ്ധത്തിനെതിരെ ശിരസ് കുനിക്കാതെ നട്ടല് വളയാതെ കേരളം യുദ്ധം ചെയ്തു. ആ തുക ലഭിച്ചു. ഇനി ബാക്കി തുകയും ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിലാണ്. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അപ്പോഴും നമ്മൾ കാണണം, ഈ തുക ലഭിച്ച് സപ്ലൈകോയ്ക്ക് ജീവൻ വെച്ച്, റേഷൻ കടകൾക്ക് ജീവൻ വെച്ച്, സ്കൂളിലെ പാചക തൊഴിലാളികളുടെ വിഹിതം കൊടുത്ത്, ഉച്ചഭക്ഷണത്തിന്റെ വിഹിതം കൊടുത്ത്, സാമൂഹ്യക്ഷേമ പെൻഷന്റെ 3 മാസത്തെ വിഹിതം കൊടുത്ത് കേരളം പരിമിതികളോടുകൂടെ എങ്കിലും സുഭിക്ഷതയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ശബ്ദിച്ചിട്ടുണ്ടോ കാസർഗോഡ് എം പി? ഈ തുക കേരളത്തിന് കൊടുക്കാതെ പിടിച്ചു വെച്ചത് തെറ്റായിപ്പോയി ഒരു അഭിപ്രായം പറഞ്ഞു? ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറഞ്ഞോ? ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞോ? ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. വിഹിതം നഷ്ടപ്പെട്ടത് ആരുടെയാണ്? പോരടിച്ച് നമ്മൾ വാങ്ങിയത് ആരുടേതാണ്? എന്റെയും നിങ്ങളുടെയും നികുതിയുടെ വിഹിതമാണ്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, BJP-ക്കാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, ഇടതുപക്ഷ വിരുദ്ധരുണ്ട്. കേരളത്തിൽപ്പെട്ട എല്ലാ മലയാളികളുടെയും അവകാശമാണ്. പക്ഷെ അതിനുവേണ്ടി ഒറ്റുകൊടുക്കാൻ കേരളത്തിൽ പെൻഷൻ മുടങ്ങിയാലും വേണ്ടില്ല, കേരളത്തിൽ ഉച്ചക്കഞ്ഞി തടസ്സപ്പെട്ടാലും വേണ്ടില്ല, കേരളത്തിൽ നെൽകർഷകർ ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല, കേരളത്തിലെ ജനജീവിതം സ്തംഭിച്ചു പോയാലും വേണ്ടില്ല, പിണറായി വിജയനും സംഘവും കേരളത്തിൽ ഒന്ന് ദുർബലമായി കണ്ടാൽ മതി. ഇതാണ് ഈ കൂട്ടരെ നയിച്ച രാഷ്ട്രീയം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ആ പശ്ചാത്തലത്തിൽ ശരിയായ രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള കരുത്തിന് വേണ്ടിയിട്ടാണ് കേരളം വോട്ട് തേടുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിക്കാൻ, ഒരു കേരളത്തിന്റെ നട്ടല്ലുയർത്തി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു കേരളത്തിന്റെ സ്വതന്ത്ര ബ്ലോക്ക് ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കുണ്ടാകണം. അതിൽ RSSനെ കാണുമ്പോൾ മുട്ടിലിഴയുന്നവർ പാടില്ല. പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ശിരസ് കുനിക്കുന്നവർ, നട്ടല് വളയ്ക്കുന്നവർ പാടില്ല. കാസർഗോഡ് MPയോട് CAA സംബന്ധിച്ച് ചോദിച്ചപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? അദ്ദേഹം ഒഴിഞ്ഞുമാറി. അദ്ദേഹം മാത്രമല്ല, വയനാട് MP മുതൽ കാസർഗോഡ് MP വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഇത്തരം ചോദ്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് മാത്രമല്ല, പലസ്തീനെ കുറിച്ച് ചോദിച്ചാൽ ഇസ്രായേലിനെ കുറിച്ച് പറയും. നമ്മൾ കണ്ടില്ലേ, കോഴിക്കോട് ലീഗിന്റെ റാലി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, CWC, അവരുടെ ഏറ്റവും ഹൈ പവർ കമ്മിറ്റിയാണ്. തിരുവനന്തപുരം MP ആണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഉദ്ഘാടനം ചെയ്യുക വിശദീകരിച്ചത് അത്രയും ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ്? പലസ്തീനു വേണ്ടി, മണിപ്പൂരിന് വേണ്ടി, പൗരത്വ നിയമത്തിനെതിരെ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി അവർ പ്രതിസന്ധി നേരിടുമ്പോൾ നിങ്ങൾ ആരോടൊപ്പമായിരുന്നു? ആ ചോദ്യത്തിന് മുമ്പിൽ കോൺഗ്രസിന് ഭയമാണ്. കാസർഗോഡ് MP ഉപയോഗിച്ച അതേ മുങ്ങൽ വാദമാണ് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഉയർത്തി കാണിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു, ഇല്ലേ? ഏതെങ്കിലും ഒരു വരിയുണ്ടോ? പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കും, അങ്ങനെ ഒരു വരി അതിൽ കാണാൻ വേണ്ടി കഴിയുമോ? അതിൽ കാണാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു കോൺഗ്രസ് നേതാവിന്റെയും പ്രതികരണങ്ങളിൽ ഈ കാര്യമില്ല. ഒരു കോൺഗ്രസ് നേതാവിന്റെയും വാർത്താ സമ്മേളനങ്ങളിൽ, ഒരു കോൺഗ്രസ് നേതാവിന്റെയും മാധ്യമങ്ങളുടെ പ്രസ്താവനകളിൽ ഇത് സംബന്ധിച്ചുള്ള നിലപാടില്ല. എന്തുകൊണ്ട് നിലപാടില്ലാതാകുന്നത്? വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ നമ്മൾ കണ്ടു. കാരണം എന്താണ്? കൊടിയെടുക്കാതെ ഒരു പ്രകടനം. അങ്ങനെ ഒരു പ്രകടനം നമ്മുടെ ആരുടെങ്കിലും അനുഭവത്തിലുണ്ടോ? സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ കൊടി ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രതീകമാണ് കോൺഗ്രസിന്റെ പതാക. കോൺഗ്രസ് പതാക എടുക്കാൻ ഭയക്കുന്നു. ആരെ മൂലം ഭയക്കുന്നു? ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഉയർന്നാൽ അത് പാകിസ്ഥാൻ കൊടിയാണ് എന്ന് ഇന്ത്യയിൽ RSS പ്രചരിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ RSS അങ്ങനെ പ്രചരിപ്പിച്ച പിന്നെന്ത് ചെയ്യും? ആ പ്രചരണത്തിന് മറുപടി നൽകുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യാന്നുള്ളതല്ല. RSS അങ്ങനെ പറഞ്ഞോ, എന്നാൽ കൊണ്ടുവന്ന കൊടി 4 മടക്കി പോക്കറ്റിനുള്ളിൽ തിരുകാം, മുണ്ടിനകത്ത് വെക്കാം. ഇതാണ് സ്വീകരിച്ച സമീപനം. വയനാട് MP ചെറിയ നേതാവല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. അയാളുടെ നാമനിർദ്ദേശ പത്രിക ചടങ്ങിൽ കോൺഗ്രസിന്റെ പതാകയില്ല, ലീഗിന്റെ പതാകയില്ല. എന്തുകൊണ്ട് പതാകയില്ല? RSS എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാലോ? അയ്യോ, RSS കള്ളം പറഞ്ഞാൽ ഞങ്ങളുടെ പതാക അങ്ങ് മടക്കി വെച്ചേക്കാം, ഞങ്ങളുടെ കൊടി 4 മടക്കി ആപ്പീസിലോ മുണ്ടിനടിയിലോ തിരികാം. ഇതാണ് ഇവർ സ്വീകരിക്കുന്ന സമീപനം. എന്തുകൊണ്ട് പൗരത്വത്തെ കുറിച്ച് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പലസ്തീൻ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേലിന് മറുപടി പറയുന്നു? എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? RSSന് ഭയമാണ്. RSSന് പരിക്കേൽക്കും. വർഗീയതയ്ക്ക് മുമ്പിൽ മതനിരപേക്ഷത എന്ന് ഉച്ചരിക്കാൻ കേരളത്തിലും വയനാട്ടിലും കാസർഗോഡും കോൺഗ്രസിന് ഭയമാണ്. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയർന്നു വരുന്നത്. ആമുഖമായി ഞാൻ ആരംഭിച്ചത് തന്നെ അവസാനിപ്പിക്കും.
അവസാനിപ്പിക്കാം. വർഗീയതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഏതു രാഷ്ട്രീയത്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? ഏത് മുദ്രാവാക്യങ്ങളിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്? പലസ്തീൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാത്രം സമരം ഉയർത്തിയതല്ല. മണിപ്പൂർ എന്ന് പറയുന്നത് നീലേശ്വരത്തും കാസർഗോഡും കേരളത്തിലും മാത്രം സമരം ഉയർത്തിയതല്ല. അക്രമം ഏറ്റുവാങ്ങേണ്ട വരുന്ന മനുഷ്യർ മണിപ്പൂരിലാണെങ്കിലും ഗസയിലാണെങ്കിലും ടെല്ലവീവിലാണെങ്കിലും കല്യാശ്ശേരിയിലാണെങ്കിലും നീലേശ്വരത്താണെങ്കിലും അക്രമം ഏറ്റുവാങ്ങേണ്ട മനുഷ്യരെ ഞങ്ങളും നിങ്ങളോടൊപ്പം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനുഷ്യത്വപൂർണമായ രാഷ്ട്രീയമാണ്. നമ്മൾ എത്രയോ കാലമായി സ്വീകരിച്ചു വരുന്ന സമീപനമാണ്. ആദരണീയനായ NV കൃഷ്ണവാര്യർ അതുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങകലെ ആഫ്രിക്കൻ ഇടവകയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയുന്നു. അങ്ങനെയാണ് NV പാടിയത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറൊന്നും ആയിരുന്നില്ല. കീഴരിയൂർ ബോംബ് കേസിൽ പ്രതിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിരുന്നു കൊയിലാണ്ടിക്ക് സമീപമുള്ള കീഴരിയൂർ ബോംബ് കേസ്. NV എഴുതിയ വാചകമാണ്, അടിയേറ്റുവാങ്ങുന്നത് ഇന്നയോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇരുട്ട് വീണ ഒരു ഭൂഖണ്ഡത്തിലെ ഒരു ആഫ്രിക്കൻ അടിമയായിരിക്കും. പക്ഷെ എന്താണ്, ഇവിടെ നീലേശ്വരത്ത് ഒത്തുചേരുമ്പോൾ എന്റെ പുറം പൊളിയുന്നു. അടിയേറ്റ് വീണ അടിമ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആയിരിക്കാം. ഈ സമീപനം കേരളത്തിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുകയാണ്. അതിന്റെ നാന്ദിയാണ് നിങ്ങൾ കണ്ടത്. RSS വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന എത്ര മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യയിലുണ്ട്? പേരിനെങ്കിലും ഒരു 2.5 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനുണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ നേതാവാണ് മുഖ്യമന്ത്രി. കർണാടകയിൽ കോൺഗ്രസിന്റെ നേതാവാണ് മുഖ്യമന്ത്രി. ഹിമാചൽ പ്രദേശിൽ ജനുവരി 22 പൊതു അവധി പ്രഖ്യാപിച്ച RSSന്റെ രാജ്യസഭാ അംഗത്തെ വിജയിപ്പിച്ച് കൊടുത്ത അരസംഘ പരിവാറായി മാറിയ കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് സുഖ്വിന്ദർ സിംഗ് സുഖു. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പലസ്തീന് വേണ്ടി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നടപ്പിലാകില്ല, ഞങ്ങൾ ഈ മനുഷ്യരോടൊപ്പമാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് എവിടെയെങ്കിലും സാക്ഷ്യം വഹിച്ചു? എവിടെയും സാക്ഷ്യം വഹിച്ചിട്ടില്ല. കാസർഗോഡ് MP പോലും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇതൊന്നും കേരളത്തിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ വോട്ട് കിട്ടാൻ മാത്രം സ്വീകരിച്ച സമീപനമല്ല. നമ്മളിവിടെ ഒത്തുചേരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സുപ്രധാനമായ ഒരു സമരം നടത്തപ്പെട്ടത് രാജ്യതലസ്ഥാനത്താണ്, ഡൽഹിയിലാണ്. എന്തായിരുന്നു ആ സമരത്തിന്റെ പ്രത്യേകത? 10,000-കണക്കിന് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമരം പലസ്തീൻ ഐക്യദാർഢ്യ സമരമായിരുന്നു. രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പോയി കുത്തിയിരുന്ന് ഗസയിൽ, പലസ്തീനിൽ, ടെല്ലവീവിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് വിളിച്ചു പറയാൻ തയ്യാറായ ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാർക്ക്, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമാദരണീയായ നേതൃത്വങ്ങൾക്ക് ആ ഒരു നിലപാടില്ല? വർഗീയതയ്ക്ക് ഭയമാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ അവർ മുട്ടിലിഴയും ശിരസ് കുനിയുകയുമാണ്. അവരുടെ കൊടിപ്പടം അവർ താഴെ വെക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യ കേരളത്തെ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറയെ അന്യാദൃശ്യമായ അസൂയയോടുകൂടെ ആവശ്യപ്പെടുന്നത് ഈ അന്തരീക്ഷത്തിലാണ്. ഞങ്ങൾ ആരിൽ വിശ്വാസം അർപ്പിക്കേണ്ടു? ആരിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടു? ഏതു രാഷ്ട്രീയത്തിൽ, ഏത് മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഹൃദയം പകുത്തു കൊടുക്കേണ്ടു? ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആശയധാരയുമായി തേടിയാണ് ആദരണീയനായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. സാധാരണഗതിയിൽ സമീപത്ത് പ്രഭാത് പട്നായിക്ക് പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി സുപ്രസിദ്ധമാണ്. ഇന്ത്യ ചർച്ച ചെയ്തതാണ്. കാസർഗോഡും കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷം മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദരണീയനായ പ്രഭാത് പട്നായിക്ക് പറഞ്ഞൊരു മറുപടി നമുക്കെല്ലാവർക്കും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയണം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം. ഇടതുപക്ഷമില്ലാതെ ഒരു ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന രാഷ്ട്രീയമായ ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ ചെറിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടല്ല, മഹാനായ AK ഗോപാലനെ ഇന്ത്യൻ പാർലമെന്റിന്റെ അഭിമാനകരമായ നേതൃപദവിയിലേക്ക് ആനയിച്ച ചരിത്രമുള്ള മണ്ണാണ് നമ്മളുടെ കാസർഗോഡിന്റെ മണ്ണ്. തെറ്റുപറ്റിയ അനുഭവങ്ങളെ തിരുത്താനുള്ള അസുലഭവും ചരിത്രപ്രധാനവുമായ ഘട്ടം കൂടെയായിട്ട് വേണം കാസർഗോഡ് ഏപ്രിൽ 26 അടയാളപ്പെടുത്തുവാൻ. മഹാനായ AK ഗോപാലന്റെ പിൻഗാമിയായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ RSS കാശ് വലിച്ചെറിയുമ്പോൾ RSSന്റെ കോർപ്പറേറ്റ് കള്ളന്മാർ
നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ RSSന്റെ കാസിനും അധികാര സിംഹാസനത്തിനും മുമ്പിൽ കീഴടങ്ങാതെ ശിരസ് കുനിയാതെ ആകാശത്തോളം വലിപ്പമുള്ള നിലപാടുധാരകളെ സ്വീകരിക്കാൻ കാസർഗോഡിന്റെ നഷ്ടപ്പെട്ടു പോയ അഭിമാനകരമായ ചരിത്രത്തെ വീണ്ടെടുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നമ്മളുടെ മണ്ണിൽ നിന്ന് ജനവിധി തേടുന്ന സഖാവ് MV ബാലകൃഷ്ണൻ മാഷെ അഭിമാനാർഹമായ ചരിത്രപരമായ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കാൻ ഇവിടെ കൂടിയ ഈ മഹാസംഗമം കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമാകുവാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരാകാശം നിറഞ്ഞ സ്നേഹത്തോടു കൂടെ ഈ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം വിജയബേരിയുടെ പ്രകാശനമാണ്. AV രഞ്ജിത്ത് രചനയും പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ രതീഷ് പല്ലവി സംഗീതവും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ ഫെയിം രതീഷ് കുമാർ പല്ലവി എന്നിവർ ആലപിച്ച വിജയബേരിയുടെ പ്രകാശനം നടത്തുന്നതിന് വേണ്ടി M. വിജിൻ MLA ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രശസ്ത നാടൻപാട്ട് കലാകാരി യുവപ്രതിഭ ജയരഞ്ജിത കാടകത്തെയും ക്ഷണിക്കുന്നു. അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി M. വിജിൻ MLA ക്ഷണിക്കുന്നു. വേദിയിലെ ഏറെ സ്നേഹം നിറഞ്ഞ LDYFന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരൻ, ഒരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ മ്യൂസിക്കൽ ബാൻഡ് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ കൂടി നടക്കാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ യുവജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചെല്ലാം സഖാവ് ജയ്ക്ക് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊരു കൈത്തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ കൈത്തെറ്റ് തിരുത്താൻ ഈ തിരഞ്ഞെടുപ്പിനെ കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വലിയ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മഹാനായ AKG അയച്ച മണ്ഡലമാണ് കാസർഗോഡ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ അടയാളപ്പെടുത്തി, ഒരു മനുഷ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ തന്നെ പാർലമെൻറ്റിൻ്റെ ഏത് കോണിലാണെങ്കിലും ആ മനുഷ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓടി അവിടെ എത്തുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ ശബ്ദമായി ആ മനുഷ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. ആ മനുഷ്യൻ്റെ പ്രസംഗത്തിലൂടെ ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ ദാരിദ്ര്യത്തെ, പ്രയാസത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ആ മനുഷ്യനെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ച പാരമ്പര്യമുള്ള മണ്ഡലമാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. പാവങ്ങളുടെ പടത്തലവൻ AKGയെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ച മണ്ഡലം. സഖാവ് രാമണ്ണറേയും സഖാവ് T. ഗോവിന്ദേട്ടനും സഖാവ് P. കരുണാകരനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP മാർ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തി. ഈ മണ്ഡലത്തിൽ MP എന്ന രീതിയിൽ വികസനത്തിൻ്റെ പൂക്കാലം സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇവരുടെ ഇടതുപക്ഷ MP മാരുടെ കാലഘട്ടത്തിൽ കാസർഗോഡ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വികസനവും നടത്താത്ത ഒരു ജനപ്രതിനിധിയാണ് കാസർഗോഡ് ഉണ്ടായിരുന്നത്. CA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ചർച്ച ചെയ്തില്ല. മാധ്യമപ്രവർത്തകർ നിലപാട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകനെ തന്നെ വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച കാസർഗോഡിൻ്റെ ഇപ്പോഴത്തെ MP, ആ തെറ്റ് നമുക്ക് തിരുത്തണം.
കാസർഗോഡ് വികസനം എത്തിക്കാത്ത 5 വർഷക്കാലത്തിന് മാറ്റമുണ്ടാകണം. AKGയും സഖാവ് രാമണ്ണറേയും ടി ഗോവിനാട്ടനും പി കരുണാകരേട്ടനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ നമ്മുടെ പ്രിയങ്കരനായ നേതൃത്വം കാസർഗോഡ് പാർലമെന്റിനകത്തും ഇന്ത്യൻ പാർലമെന്റിലും ശക്തമായി നടത്തിയ ഇടപെടലുകൾക്ക് തുടർച്ചയുണ്ടാകാൻ സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററെ ഞാൻ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയുമില്ലാത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ്, ചീമേനി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, കാസർഗോഡ് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ഈ കാസർഗോഡിന്റെ മണ്ണിൽ MV ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിക്കുന്നത്. മികച്ച ജനപ്രതിനിധിയായി തന്റെ കരുത്ത് തെളിയിച്ച CPMന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗം നിലയിൽ മികച്ച സംഘാടകനായി ജനങ്ങളോടൊപ്പം ഒരു അധ്യാപകനായി അധ്യാപകന്റെ സ്നേഹം ഈ നാട്ടിലെ ഓരോ ജനതയിലും എത്തിച്ച് പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ച ജനകീയനായ നമ്മുടെ പ്രിയങ്കരനായ മാഷ സഖാവ് MV ബാലകൃഷ്ണൻ മാഷ വിജയിപ്പിക്കുക എന്നത് ഈ നാടിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ കാസർഗോഡിന്റെ ശബ്ദം മാഷിലൂടെ തന്നെ കേൾക്കേണ്ടത് ഈ നാടിന്റെ അനിവാര്യമായ ഈ ഘട്ടത്തിൽ സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നമ്മുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ എല്ലാവരോടും സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പങ്കുചേരാം. ജൂൺ മാസം 4-ാം തീയതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കേരളം ചരിത്രം സൃഷ്ടിക്കും. ആ ചരിത്രത്തിൽ കാസർഗോഡ് നിന്ന് ഉയർന്നു വരുന്ന പേര് സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററുടേതായിരിക്കണം എന്നുകൂടി സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇവിടെ LDYFന്റെ നിരവധി നേതൃത്വം സംസാരിക്കാനുണ്ട്, സമയപരിമിതിയുണ്ട്, കലാപരിപാടിയുണ്ട് എന്ന നിലയിൽ അവരാരും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ യുവജന കൂട്ടായ്മയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഉദ്ഘാടന സെഷൻ അവസാനിക്കുകയാണ്. അതിനു മുമ്പായി നമ്മുടെ നാടൻപാട്ട് കലാകാരി ജയരഞ്ജിത ഞങ്ങളോട് സംസാരിച്ച് പാട്ടുപാടും. അതിനുശേഷം ലാസ്റ്റ് ബെഞ്ച് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ് പരിപാടി അരങ്ങേറും. ജയരഞ്ജിതയെ ക്ഷണിക്കുന്നു. സഖാക്കളെ, നീണ്ട ഒരു പ്രസംഗം കേട്ട ഇതിലാണ് ഇരിക്കുന്നത്. ഞാനൊരു പ്രാസംഗികയല്ല. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. നാടൻപാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ വെറുതെ പോസ്റ്റ് ചെയ്തതാണ്. അതെല്ലാവരും ഏറ്റെടുത്തു. അതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരു പാട്ട് പാടാൻ അവസരം നൽകിയതിനും ഒരുപാട് സന്തോഷം. വേനൽത്തുമ്പിയിലൂടെയും ബാലസംഘത്തിലൂടെയും വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വ്യക്തിത്വ വികസനത്തിനും നമ്മുടെ കലാപരമായ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനും അത് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ അതിൽ നല്ലതിനെ മാത്രം ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ട് പാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അറിയാം, സഖാക്കന്മാർ അങ്ങനെയാണ്, ആരെയും കൈവിടുന്നവരല്ല. ഏത് പാതിരാത്രി പോയാലും വിളിച്ചാലും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന, കൂടെ നിർത്തുന്ന ആൾക്കാരാണ് സഖാക്കൾ എന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തളർത്താതെ നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട, മറിച്ച് നല്ല വാക്കുകൾ കൊടുത്തിട്ട് അവരെ മുന്നിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഏതായാലും ചുമയാണ്, ശബ്ദം അടഞ്ഞിട്ടുണ്ട്. വലിയ പാട്ടുകാരിയായിട്ടില്ല, ആ ഒരിത് പറയുന്നതല്ല. എല്ലാവരും തൊണ്ട ശരിയില്ല എന്ന് പറയുന്ന പോലെയല്ല. എനിക്ക് സത്യമായിട്ടും തൊണ്ട ശരിയില്ല. എന്നാലും നിങ്ങളെല്ലാവരും എന്നെ ഇട നിർത്താൻ കാരണം ചെണ്ടുമല്ലികപ്പൂ പാടിയത് കൊണ്ടായിരിക്കും. അപ്പോൾ അത് 4 വരി ഞാൻ പാടാം.
അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരന്തക താളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അധരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി വെൺകൊറ്റക്കുട ചൂടി ആകാശം പൂമ്പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ്ണ കൊലുസിൽ സരിഗമ പാടി ചുവടുവച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ വിശ്രവസ്സുമാമുനി തന്നരികെ വിശ്വവിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാമിവളിലെ ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വൽപ്പം ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ കൈകസി എന്നെന്നാമം അറിക ആഗ്രഹപൂരണമാണെന്നറിക തഴുകിയുണർത്താൻ മാമുനി വരിക തളരാൻ കൊതിയൂറുന്നുണ്ടറിക പതിയെ വന്നു പുൽകൂ പൂവിൽ തേന്നുകർന്നു നോക്കൂ ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. താങ്ക് യു. എന്തായാലും വന്നതുകൊണ്ട് ഒരു നാടകഗാനത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി പാടിയിട്ട് ഞാൻ നിർത്താം. വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കതിരണി പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ കതിരണി പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ വരിനെല്ലിൻ ചുണ്ടിലെ ഗിരുഗീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ വരിനെല്ലിൻ ചുണ്ടിലെ ഗിരുഗീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കരുമാടി കുട്ടന്മാർ കൊതി തുള്ളും തോപ്പില് ഒരു കനി വീഴ്ത്തുവാൻ കാറ്റേവാ നല്ലൊരു നാളിലെ മാളോരെ മണ്ണില് തുള്ളിക്കളി കാണാൻ കാറ്റേവാ നല്ലൊരു നാളിലെ മാളോരെ മണ്ണില് തുള്ളിക്കളി കാണാൻ കാറ്റേവാ കാറ്റേവാ കാറ്റേവാ. ഇതിലെല്ലാവരും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. വേറെ സന്തോഷം, എൻ്റെ ഒരു ഫ്രണ്ട് പ്രണവ് അവിടെ നിർത്തി നോക്കുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടു. ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി.